മക്കളെ, യെസ് അവന മിസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും മിസ് എന്തിനാ വന്നേക്കുന്നത് അല്ലെ. യെസ്, നമ്മൾ ജൂലൈ 5 ബഷീർ ദിനാണ്. അപ്പം ബഷീർ ദിനത്തിനോട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് സ്കൂളുകളിൽ എന്തൊക്കെ പരിപാടികൾ ഉണ്ടാകും? യെസ്, ഫസ്റ്റ് ഒരു പുസ്തക പരിചയം ഉണ്ടാകും, പിന്നെ ഒരു പ്രച്ഛന്ന വേഷം എന്തായാലും ഉണ്ടാകും. അത് കഴിഞ്ഞാൽ എന്താ, ക്വിസ് അല്ലെ. അപ്പൊ ക്വിസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് പുസ്തക പരിചയം എന്തുണ്ടാകും, ഷോർട്സ് ആയിട്ട് നമ്മളെ ചാനലിൽ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്രച്ഛന്ന വേഷം, ദെൻ എന്താണ് പ്രച്ഛന്ന വേഷം നിങ്ങൾക്ക് അറിയാലോ, ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ തേർഡ് വൺ എന്താണ്, യെസ് നമ്മളെ ബഷീർ ദിന ക്വിസ് ആണ്. ഇതാണ് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ടാകും, യെസ് നമുക്ക് നമ്മളെ ചാനലിൽ ഡെയിലി എന്തുണ്ടാവും, യെസ് ബഷീർ ദിന ക്വിസ് ഉണ്ടാകും. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വീഡിയോ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, മിസ് ഓരോ ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരും, ആൻസേഴ്സ് പറഞ്ഞുതരും. അപ്പൊ നിങ്ങൾ അപ്പൊ തന്നെ പഠിച്ചിട്ട് പോവാം. ഓക്കെ, പിന്നീടൊക്കെ എന്ത് ചെയ്യാൻ പാടില്ല, യെസ് മാറ്റി വെക്കാൻ വേണ്ടി പാടില്ല കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ശ്രദ്ധിച്ചോളാം. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി. കണ്ടോ, വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ആദ്യ മലയാളി ആരാന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്, വൈക്കം മുഹമ്മദ് ബഷീർ. ഇതിൽ തന്നെ മറ്റൊരു ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾ പഠിക്കാനുണ്ട്. ബഷീർ എന്നായിരിക്കും നമ്മൾ കേട്ടിട്ടുണ്ടാവുക. ഇദ്ദേഹത്തിന്റെ എന്താ ഫുൾ നെയിം, മുഴുവൻ പേരെന്താണ്, വൈക്കം മുഹമ്മദ് ബഷീർ. ഓക്കെ, പിന്നെ എപ്പോഴാണ് ജനിച്ചത്, വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നാണ്, 1908 ജനുവരി 21. 1908 ജനുവരി 21. സെക്കൻഡ് ക്വസ്റ്റ്യൻ കേട്ടോ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, MK സാനു ബഷീറിനെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്, ഏകാന്ത വീഥിയിലെ അവധൂതൻ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബഷീർ തന്നെ കുറെ എന്താണ്, അദ്ദേഹം തന്നെ കുറെ പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിനെ പറ്റി മറ്റു കഥാകൃത്തുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുറെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ റിലേറ്റഡ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻ വരും. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. നമ്മൾ MK സാനു ബഷീറിനെ വിശേഷിപ്പിച്ചത് എങ്ങനെയായിരുന്നു, എന്താണ് പേര്, ഏകാന്ത വീഥിയിലെ അവധൂതൻ. ഓക്കെ, ഇനിയോ ബഷീറിന്റെ ആകാശങ്ങൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് പെരുമ്പടവം ശ്രീധരൻ. ഓക്കെ, പെരുമ്പടവം ശ്രീധരൻ. അപ്പോ ബഷീറിന്റെ ആകാശങ്ങൾ എന്ന ഗ്രന്ഥം ആരാ രചിച്ചത്, അല്ലെങ്കിൽ ആരാ എഴുതിയത്, പെരുമ്പടവം ശ്രീധരൻ. ഓക്കെ, ഇനിയോ ബഷീർ ബേപ്പൂരിൽ താമസിച്ചിരുന്ന വീടിന്റെ പേര് എന്തായിരുന്നു, വയലാലിൽ വീട്. ഓക്കെ, വയലാലിൽ വീട്. ദെൻ ബഷീർ ഒരേ ഒരു നാടകമേ രചിച്ചിട്ടുള്ളൂ. ആ നാടകത്തിന്റെ പേരെന്താ, ഒറ്റൊരു നാടകം മാത്രമേ എഴുതിയിട്ടുള്ളൂ. ആ നാടകത്തിന്റെ പേരെന്താണ്, കഥാബീജം. എന്താണ്, കഥാബീജം. ഒറ്റൊരു നാടകം മാത്രമേ രചിച്ചിട്ടുള്ളൂ. ആ നാടകം ഏതാണ്, കഥാബീജം. ഓക്കെ, സാഹിത്യ രംഗത്ത് ഏറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ ബഷീറിന്റെ കൃതി ഏതാ, ശബ്ദങ്ങൾ. ശബ്ദം കൊണ്ട് കുറെ വിമർശനം ഉണ്ടാക്കി എന്ന് ഓർത്താൽ മതി കേട്ടോ. ഈ ഒരു പുസ്തകം എഴുതിയ സമയത്ത് കുറെ അധികം വിമർശനങ്ങൾ നേരിടാൻ ഇടയായിട്ടുണ്ട്. അതാണ് നമ്മൾ ക്വസ്റ്റ്യൻ. വിമർശനങ്ങൾ ഉണ്ടാക്കിയ ബഷീറിന്റെ കൃതി ഏതാണെന്ന് ചോദിക്കും, നമ്മൾ എന്താ പറയേണ്ടത്, ശബ്ദങ്ങൾ. നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, ശബ്ദം കൊണ്ട് കുറെ അധികം വിമർശനങ്ങൾ കേൾക്കാൻ ഇടയായിട്ടുണ്ട്. ഓക്കെ, ഇനിയോ ബഷീർ നടത്തിയ ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണ് ആ ഗ്രന്ഥം, ഏതാണ്, ചെവിയോർക്കുക അന്തിമകാഹളം അല്ലെ, ഇതാണ് ആ ഗ്രന്ഥം. ഇനിയോ ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ആദ്യ കൃതി യാ ഇലാഹി. അദ്ദേഹം മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഈ കൃതി എന്ത് ചെയ്തത്, പ്രസിദ്ധീകരിച്ചത് കേട്ടോ. ഏതാണ് കൃതി, യാ ഇലാഹി. ഇനിയോ ഉജ്ജീവനം വാരികയിൽ ഏതു തൂലികാനാമത്തിലാണ് ബഷീർ എഴുതിയിട്ടുള്ളത്, ഏതാണ്, പ്രഭ എന്ന തൂലികാനാമത്തിലാണ്. നേരെ തിരിച്ചും ചോദിക്കാം, അതായത് പ്രഭ എന്ന തൂലികാനാമത്തിൽ എഴുതിയ വാരിക ഏതാണെന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് എന്ത് പറയാം, ഉജ്ജീവനം എന്ന് പറയാം. ഓക്കെ, അടുത്തതാണ് ബഷീറിന്റെ ആദ്യ കഥ പ്രസിദ്ധീകരിച്ചത് ജയകേസരി എന്ന പത്രത്തിൽ ആയിരുന്നു. അപ്പൊ ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെ അവിടെ ഉണ്ട്, ഏത് പത്രത്തിലാണ് പ്രസിദ്ധീകരിച്ചത്, ജയകേസരി. നമ്മളെ ക്വസ്റ്റ്യൻ അതല്ല, ഏതായിരുന്നു ആ കഥ, കഥ തങ്കം. അപ്പോ തങ്കം എന്ന് പറഞ്ഞ കഥ ഏത് പത്രത്തിലാണ് പ്രസിദ്ധീകരിച്ചത്, യെസ് ജയകേസരി എന്ന പത്രത്തിലാണ് കേട്ടോ. ഇനിയോ ഒരു മരം ബഷീറിന്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഏതാണ് ആ മരം, ഏതാ മരം, യെസ് മാംഗോസ്റ്റിനാണ് ആ മരം. ഏതാണ് ആ മരം, മാംഗോസ്റ്റിനാണ് ആ മരം. റെഡി. ഇനിയും മജീദും സുഹറയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിന്റെ നോവൽ ഏതാണ്, ബാല്യകാല സഖി. ഇതൊരു ഫിലിമൊക്കെ ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. യെസ്, വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കൃതിയാണ് കേട്ടോ.
അപ്പൊ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കാം, ബാല്യകാല സഖിയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് മെയിൻ ക്യാരക്ടേഴ്സ്? മജീദും അതുപോലെ തന്നെ സുഹറയുമാണ്. പിന്നെയോ മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീർ കൃതി ഏതാണ്? വിശ്വവിഖ്യാതമായ മൂക്ക്. അത് അതിൽ തന്നെ ഉണ്ട് കേട്ടോ, വിശ്വവിഖ്യാതമായ മൂക്ക്. ഇനിയോ വെളിച്ചത്തിനെന്തു വെളിച്ചം എന്ന വാക്യം ഏത് കൃതിയിൽ നിന്നുള്ളതാണ്? ഏത് കൃതിയാണ്? എൻ്റെ ഉപ്പൂപ്പാക്കൊരാന ഉണ്ടായിരുന്നു അല്ലെ? ആ ഒരു പ്രാദേശിക ഭാഷ നോക്കി വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. പ്രാദേശിക ഭാഷ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു കഥാകൃത്തും കൂടിയാണ് ബഷീർ കേട്ടോ. ഓക്കെ, ഇനിയോ കേശവൻ നായരും സാറാമയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിന്റെ നോവൽ ഏതാണ്? പ്രേമലേഖനം. ഈ പ്രേമലേഖനം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? നല്ല രസമായിട്ട് വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ പ്രേമലേഖനത്തിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആരാന്ന് തിരിച്ചും ചോദിക്കാം. കേശവൻ നായരും അതുപോലെ തന്നെ സാറാമയും ആണ് കേട്ടോ. ഇനി എന്താ, ഒറ്റക്കണ്ണൻ പോക്കർ ഏത് ബഷീർ കഥയിലെ കഥാപാത്രമാണ്? മുച്ചീട്ടുകളിക്കാരന്റെ മകൾ കേട്ടോ, മുച്ചീട്ടുകളിക്കാരന്റെ മകൾ. ഇനിയോ മുച്ചീട്ടുകളിക്കാരന്റെ മകൾ സിനിമയാക്കിയ സംവിധായകൻ. ഈ ഒരു കൃതി എന്തായിട്ടുണ്ട്? പിന്നീട് സിനിമയായിട്ടുണ്ട്. ആ സിനിമയാക്കിയ സംവിധായകൻ ആരാണ്? തോപ്പിൽ ഭാസി. ആരാണ്? തോപ്പിൽ ഭാസി. ഇനി എന്താ, ജയിൽ മോചിതനായ ശേഷം ബഷീർ എറണാകുളത്ത് സ്ഥാപിച്ച ബുക്ക് സ്റ്റാളിന്റെ പേര്? ജയിലിലൊക്കെ കിടന്നിരുന്നു, അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു എറണാകുളത്ത് ഒരു ബുക്ക് സ്റ്റാൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ബുക്ക് സ്റ്റാളിന്റെ പേരെന്താ? സർക്കിൾ ബുക്ക് ഹൗസ്. എന്താ? സർക്കിൾ ബുക്ക് ഹൗസ്. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, കണ്ടെത്തണം ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി ഏതാണ്? വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി അത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ മക്കളെ വേഗം തന്നെ എന്ത് ചെയ്തോളാ, ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോളാം. അപ്പൊ അതുപോലെ തന്നെ പറയാനുണ്ട്, ക്ലാസ് 6ന്റെ സൂപ്പർ ബാച്ച് അടിപൊളിയായിട്ട് റൺ ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇനി വരാൻ പോകുന്ന ബാച്ച് 9 ആണ്. അപ്പൊ വേഗം തന്നെ ജോയിൻ ചെയ്തോളാം. ജോയിൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 3 ആണ്. അപ്പൊ നമ്മളെ പ്രൈസ് എത്രയാ? 2599 ആണ്. ഈ 2599 നിങ്ങൾക്ക് എന്തൊക്കെ ഇവിടെ കിട്ടുന്നതെന്ന് അറിയണ്ടേ? യെസ്, നമ്മളെ എല്ലാ ചാപ്റ്റേഴ്സും റെക്കോർഡഡ് ആയിട്ട് ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഓരോ ചാപ്റ്ററിൽ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട് റെക്കോർഡഡ് ആയിരിക്കും. അതിന്റെ താഴെ എന്തുണ്ടാകും? ആ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള ചെക്ക് പോയിന്റ്സ്, അഡാപ്റ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഓരോ ചാപ്റ്ററും കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൂം ലൈവുകൾ ഉണ്ടാകും. ആ സൂം ലൈവ് കഴിഞ്ഞാൽ 2 ടൈപ്പ് യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടാവും, MCQ ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ്. അതുപോലെ തന്നെ ഫാക്കൽറ്റീസിനോട് ഡയറക്റ്റ് നിങ്ങൾക്ക് വാട്സ്ആപ്പ് ത്രൂ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ AI ഡൗട്ട് ക്ലിയറൻസ് സെഷൻസും നമ്മളെ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ മെന്റേഴ്സ്, നിങ്ങളെ പാരന്റ്സിനെ പോലെ, നിങ്ങളെ മിസ്സിനെ പോലെ നിങ്ങളെ കൂടെ നിൽക്കാൻ ഓരോരുത്തർക്കും ഓരോ മെന്റേഴ്സ്. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് കേട്ടോ. നിങ്ങൾ പഠിക്കുന്നുണ്ടോ? നിങ്ങൾ ലൈവ് കാണുന്നുണ്ടോ? ഇന്ന് അവന്യ മിസ് എന്തൊക്കെയാണ് ലൈവിൽ പറഞ്ഞത് അതൊക്കെ ചോദിക്കാനും നിങ്ങൾ അടിപൊളിയായിട്ട് പഠിപ്പിച്ചെടുക്കാനും വേണ്ടിയിട്ടാണ് മെന്റേഴ്സ് കേട്ടോ. അപ്പൊ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളാം. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ മിസ് ഇവിടെ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ ഒരു നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ട്, സൂപ്പർ ബാച്ചിന്റെ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുത്ത് സബ്മിറ്റ് കൊടുത്താൽ മതി. മറക്കാൻ പാടില്ല, 6ാം ക്ലാസ് ആണ്. അടുത്തത് 7ാം ക്ലാസ് വരാൻ പോവാണ്. വലിയൊരു ക്ലാസ് ആണ്. അതിന്റെ ബേസിക്സ് ഇടേണ്ടത് 6ാം ക്ലാസ്സിലാണ്. മറക്കരുത്, വേഗം തന്നെ പഠിച്ചോളൂ. ആ ബേസിക്സ് ഒക്കെ കറക്റ്റ് പഠിക്കണം. അപ്പൊ നിങ്ങൾ ഈ ഒരു ബേസിക് നമ്മുടെ ഫോം ഒക്കെ ഫിൽ ചെയ്യാനുണ്ടായിരുന്നു, ഇംഗ്ലീഷിന്റെ ഫ്രീ ക്ലാസ് വേണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞ അനുസരിച്ചിട്ട് മാത്സിന്റെയും ഇംഗ്ലീഷിന്റെയും ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസ്, അതായത് നിങ്ങൾക്ക് ബേസിക്സ് അതുപോലെ നന്നായിട്ട് സംസാരിക്കാനും കേട്ടാ മനസ്സിലാവാനും, മാത്സ് ഒക്കെ ആണെങ്കിൽ ഏത് ടൈപ്പ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറെ ക്ലാസ്സുകളും ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളാം. നിങ്ങൾ ടെക്സ്റ്റ് കണ്ടന്റും അതുപോലെ തന്നെ എക്സാംസും അതിന് പുറമെ എന്തായിരിക്കും ഈ 2 ക്ലാസ്സും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ വേഗം തന്നെ ജോയിൻ ചെയ്തോളാം. ജോയിൻ ചെയ്യാനുള്ള ഡേറ്റ് മറക്കേണ്ടത്. ഈ ഒരു ഡേറ്റിൽ നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഓക്കെ, അപ്പൊ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാനുള്ള നമ്മളെ ഫോം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പം നമ്മളെ ക്വസ്റ്റ്യൻ മറക്കണ്ട. എന്തായിരുന്നു നമ്മളെ ക്വസ്റ്റ്യൻ? യെസ്, നമ്മളെ ക്വസ്റ്റ്യൻ ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി ഏതാണ് എന്നാണ് കേട്ടോ. കണ്ടെത്തുക, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ബൈ.